നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിയോഗ വാർത്തകൾ ലോകം ചർച്ച ചെയ്യുമ്പോൾ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ വേരുകൾ തേടിയുള്ള യാത്ര ചെന്നെത്തുന്നത് ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഉത്തർപ്രദേശിലെ ബാരാബങ്കി ജില്ലയിലെ കിന്ദു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഗ്രാമത്തിൽ നിന്ന് ഇറാനിലേക്ക് കുടിയേറിയ ഒരു കുടുംബം എങ്ങനെയാണ് ആ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയത്? അയത്തുള്ള ഖമേനിക്കും അദ്ദേഹത്തിന്റെ പൂർവികർക്കും ഇന്ത്യയുമായി എന്താണ് ബന്ധം? നമുക്ക് ഇറാൻ ഭരണകൂടത്തിന്റെ ആ ഇന്ത്യൻ കണക്ഷൻ ഒന്ന് പരിശോധിക്കാം. ഇറാനിലെ വിപ്ലവ നായകനായിരുന്ന അയത്തുള്ള റൂഹുള്ള മുസാവി ഖമേനിയുടെ പേരിനൊപ്പമുള്ള മുസാവി എന്ന ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വംശപരമ്പരയായി സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിലുള്ള കിന്ദൂർ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവികർ താമസിച്ചിരുന്നത്. കിന്ദൂരിലെ പ്രശസ്തനായ പണ്ഡിതൻ ഷൈദ് അഹമ്മദ് മുസാവിയുടെ കുടുംബം അവിടെ നിന്നാണ് ഇറാനിലേക്ക് കുടിയേറിയത്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഖമേനിയുടെ പിതാമഹനായ ഷൈദ് അഹമ്മദ് മുസാവി ഹിന്ദി ജനിച്ചത് ഉത്തർപ്രദേശിലെ കിന്ദൂരിലായിരുന്നു. വിജ്ഞാനത്തിനും പാണ്ഡിത്യത്തിനും പേരുകേട്ട ഒരു ഷൈദ് കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത്. ഇന്നും കിന്ദൂർ ഗ്രാമത്തിൽ ചെന്നാൽ ആ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അക്കാലത്ത് ഇന്ത്യയിൽ നിന്നും നിരവധി പണ്ഡിതന്മാർ ഉപരിപഠനത്തിനായി ഇറാഖിലെയും ഇറാനിലെയും പുണ്യസ്ഥലങ്ങളിലേക്ക് പോവാറുണ്ടായിരുന്നു. അത്തരത്തിൽ വിദ്യ തേടിപ്പോയതാണ് ഷെയ്ദ് അഹമ്മദ് മുസാവി. 1830കളിൽ അദ്ദേഹം ഇറാഖിലെ നജഫിലേക്ക് പോയി. അവിടെ വെച്ച് ഇറാനിൽ നിന്നുള്ള പണ്ഡിതരുമായി അദ്ദേഹം സൗഹൃദത്തിലായി. പിന്നീട് അദ്ദേഹം ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഖുമൈൻ എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കി. അപ്പോഴും തന്റെ ജന്മനാടിനോടുള്ള സ്നേഹസൂചകമായി അദ്ദേഹം ഹിന്ദി, അതായത് ഇന്ത്യക്കാരൻ എന്ന പേര് തന്റെ പേരിനൊപ്പം ചേർത്ത് വെച്ചിരുന്നു. ഷെയ്ദ് അഹമ്മദ് മുസാവി ഹിന്ദിയുടെ മകനായ മുസ്തഫ മുസാവിയാണ് അയത്തുള്ള ഖമേനിയുടെ പിതാവ്. അതുകൊണ്ട് തന്നെ ഖമേനിയുടെ പൂർവിക പരമ്പരയിൽ ഇന്ത്യക്കും കിന്ദൂരിനും വലിയൊരു സ്ഥാനമുണ്ട്. അയത്തുള്ള ഖമേനിയുടെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു. പിന്നീട് ഉമ്മയുടെയും സഹോദരിയുടെയും സംരക്ഷണത്തിലാണ് അദ്ദേഹം വളർന്നത്. ഇറാന്റെ ഔദ്യോഗിക രേഖകളിൽ പോലും ഖമേനിയുടെ കുടുംബത്തിന്റെ ഇന്ത്യൻ പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പൂർവികർ പേരിനൊപ്പം ചേർത്തിരുന്ന ഹിന്ദി എന്ന വാല് ഇന്നും ചരിത്ര ഗവേഷകർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. ഇന്ന് കിന്ദൂർ എന്ന ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ഖമേനിയുടെ പൂർവികരുടെ നാട് എന്ന നിലയിലാണ്. അവിടുത്തെ മുസ്ലിം കുടുംബങ്ങൾ തങ്ങളുടെ ഗ്രാമത്തിന് ലോക നേതാവുമായിട്ടുള്ള ഈ ബന്ധത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഇക്കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള ഉന്നത പ്രതിനിധികൾ പലപ്പോഴും ഈ ഗ്രാമം സന്ദർശിക്കാറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അയത്തുള്ള ഖമേനിക്ക് ശേഷം അധികാരത്തിലെത്തിയ അലി ഖമേനിയും ഈ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ്. ഖമേനിയുടെ ഭരണകാലത്ത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഈ ചരിത്രപരമായ ബന്ധം പലപ്പോഴും നിഴലിച്ചിട്ടുണ്ട്. ഇറാനിലെ മത നേതൃത്വം പലപ്പോഴും ഇന്ത്യയിലെ ഷിയ സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ലക്നൌവിലും ബാരാബങ്കിലുമുള്ള പണ്ഡിതന്മാർക്ക് ഇറാനിലെ ഉന്നത മത നേതാക്കളുമായി ഇപ്പോഴും ആശയവിനിമയമുണ്ട്. ഖമേനിയുടെ വിയോഗം ഇറാൻ ഭരണകൂടത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഈ ഇന്ത്യ ഇറാൻ ആത്മീയ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയും ഇറാനും കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും ചരിത്രത്തിന്റെ നൂലുകൾ കൊണ്ട് അവ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ബാരാബങ്കിയിലെ കിന്ദൂർ മണ്ണിൽ നിന്ന് പോയ ഒരു കുടുംബം ഒരു ലോകശക്തിയുടെ ഗതി മാറ്റിയ കഥ വിസ്മയിപ്പിക്കുന്നതാണ്. ഖമേനിക്ക് ശേഷമുള്ള ഇറാൻ എങ്ങോട്ട് പോകുമെന്നത് രാഷ്ട്രീയപരമായ ചോദ്യമാണ്. എന്നാൽ കിന്ദൂരിലെ ആ പഴയ തറവാടിന്റെ തിണ്ണകളിൽ ഇന്നും അലി ഖമേനിയുടെ ഖമേനിയുടെ പൂർവികരുടെയും ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ട്.